കേട്ടിട്ടുള്ള രാധു എന്ന മച്ചിങ്ങൽ രാധാകൃഷ്ണനെ ഞാൻ ഈ ശൈലിയിലേക്ക് ക്ഷണിക്കുന്നു. SKVC OSAയുടെ ആദ്യ നാളുകളിലല്ല, ആദ്യ നിമിഷങ്ങളിൽ തന്നെ എന്നെ വ്യക്തിപരമായി തോളത്ത് തട്ടി കൂടെ നടത്തിയ പുഷ്കരേട്ടൻ്റെയും സാംസ്കാരിക സമ്പന്നതയുടെ വിളംബരം നടത്തിക്കൊണ്ട് ലോകത്തിന് മുന്നിൽ ആനപ്പുറത്തിരിക്കുന്ന തൃശ്ശൂരിൻ്റെ പൂരം പതിറ്റാണ്ടുകൾ സംഘടിപ്പിച്ച് ഈ ചിങ്ങത്തിൽ ജീവിത അരങ്ങൊഴിഞ്ഞ എന്നിൽ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക സംഘാടകത്വത്തിൻ്റെ സ്പന്ദനവും ആത്മവിശ്വാസവും വളർത്തിയ മുൻ ശ്രീ കേരളവർമ്മക്കാരൻ പ്രിയപ്പെട്ട മനോഹരേട്ടൻ എന്ന ശ്രീ കെ മനോഹരൻ, മുൻ അധ്യക്ഷൻ VCയുടെ പ്രിയപ്പെട്ട അച്ഛൻ പുഷ്കരേട്ടൻ്റെയും മനോഹരേട്ടൻ്റെയും കത്തിയെരിഞ്ഞ ചിതക്കരികിൽ ഞാൻ ആദ്യമേ നമസ്കരിക്കുന്നു. ഏവർക്കും ഹൃദയാഭിവാദ്യം. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ. ഓർമ്മകളിൽ നിന്നെയോർത്ത് കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണലഞ്ഞ് പിടയുന്നു ഞാൻ. ദേവതാരു പൂത്തക്കാലം നീ മറന്നുവോ പ്രിയേ, ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ? ദേവിയായി വന്നണഞ്ഞൊരെൻ്റെ സ്വപ്നമേ, ദേവലോകം ഇന്നെനിക്ക് നഷ്ട സ്വർഗമാണ്. 985 മുതൽ 991 വരെയാണ് ശ്രീ കേരളവർമ്മയിൽ ജീവിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ദേവലോകം ഒരു നഷ്ട സ്വർഗമായി എനിക്ക് വ്യക്തിപരമായി മാറുകയായിരുന്നു. സൗഹൃദങ്ങളുടെ കൈപിടിച്ച് നടന്ന് പുറത്തേക്കിറങ്ങി ഞാൻ ആ കവാടത്തെ ഒന്ന് തിരിഞ്ഞ് നോക്കി. ഇവിടെ എവിടെയെല്ലാമോ ഞാൻ എന്ന് പറയുന്നുവോ അവിടെയെല്ലാം നിങ്ങളെ ചേർത്ത് വയ്ക്കുക, നിങ്ങളുടെ കാലഘട്ടത്തെ ചേർത്ത് വയ്ക്കുക ശ്രീ കേരളവർമ്മയിലെ ജീവിതവുമാണ്. അങ്ങനെ ഞാൻ എന്നെവിടെയെല്ലാം പറയുന്നുവോ അവിടെയെല്ലാം നിങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഞാനും നിങ്ങളും ഒരൊറ്റ ഫ്രീക്വൻസിയിലേക്ക് എത്തുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ നടന്ന് പുറത്തേക്കിറങ്ങി ഞാൻ ആ കവാടത്തെ ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ 982 മറ്റൊരു മലയാള ചലച്ചിത്ര ഗാനമാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. ചിരിയോ ചിരി എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയ ഒരു ഗാനം. ആ സിനിമയിൽ ആ ഗാനം ഉപയോഗിക്കാതെ മാറ്റി വെക്കപ്പെട്ട ഗാനം. ആ ഗാനത്തിന് പകരമായിട്ടാണ് ചിരിയോ ചിരി എന്ന ചിത്രത്തിലെ അതിമനോഹരമായി മലയാളം ഏറ്റെടുത്ത ഒരു ഗാനം ഉണ്ടാകുന്നത്. ആ ഗാനമാണ് 7 സ്വരങ്ങളും തഴുകി ഉണർന്നൊരു ഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം എന്ന ഗാനം. അപ്പോൾ ആദ്യം മാറ്റിവെക്കപ്പെട്ട ഗാനമേത്? ആ ഗാനമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് കേരളവർമ്മയുടെ കവാടത്തെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓർമ്മ വന്നത്. ഇതുവരെ ഈ കൊച്ചു കളിവീണയിൽ ശ്രുതികളിലൊഴുകിയൊരു ഈണങ്ങളെ, സൗഹൃദങ്ങളാണ് കൂടെയുള്ളത്. ഇതുവരെ ഈ കൊച്ചു കളിവീണയിൽ ശ്രുതികളിലൊഴുകിയൊരു ഈണങ്ങളെ ഇനി ഏതു ജന്മാന്തരങ്ങളിൽ നാം കണ്ടുമുട്ടും വീട്ടും കണ്ടുമുട്ടും എന്ന വരികൾ. ബിച്ചു തിരുമലയ്ക്കും രവീന്ദ്രൻ മാസ്റ്റർക്കും നമസ്കാരം. ഒപ്പം ദാസേടക്കും. എൻ്റെ ആ സംശയത്തിനായുള്ള ഞാൻ കണ്ടെത്തിയ ഉത്തരമാണ് SKVC OSA. 1999 മുതൽ ഈ പ്രവാസ ജീവിതത്തിൽ എൻ്റെ സിരകളിൽ ഒഴുകുന്ന രക്തമാണ് SKVC OSA. ഔദ്യോഗികമായ SKVC OSAയുടെ തുടക്കം ബർദുബായിലെ വോൾഗ റെസ്റ്റോറൻറ്റിൽ നിന്നും
കേണൽ കെ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കാലാനുസൃതം നേതൃമാറ്റത്തിലൂടെ ഇന്നിപ്പോൾ ഇതാ 26ാമത് ഓണമാണ്. OSIയുടെ ആദ്യ ആഘോഷവും ഓണം തന്നെയായിരുന്നു. നിരവധി മറ്റ് ആഘോഷങ്ങളിലൂടെ കർമ്മ പരിപാടികളിലൂടെ SKBC OSA ചരിത്ര സ്മരണകൾ എഴുതി. തൃശ്ശൂരിൽ നിന്നുള്ള സാംസ്കാരിക ജ്വാലയായി മാറി ഈ പ്രവാസ ഭൂമികയിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ കൂട്ടുകാരായി മാറി SKBC OSA. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ നേതൃനിരയിൽ അസൂയാവഹമായ നേട്ടങ്ങൾ കൊയ്തു SKBC OSA. ഇതിനെല്ലാം ഞങ്ങളെ സജ്ജമാക്കിയ ആ മണ്ണിലേക്കുള്ള മനസ്സുകൊണ്ടുള്ള യാത്രയാണ് ഓരോ ആഘോഷവും. അതെ, ഞങ്ങളുടെ യുവത്വം കൊണ്ട് പൂത്തിരി കത്തിച്ച മണ്ണ് എന്നും ഓണമായിരുന്ന ക്യാമ്പസിലേക്ക് പൊന്നോണം വന്നു പോകും പട്ടുവരിച്ച് പൊന്നിലഞ്ഞിത്തണൽ ഒരുക്കിയപ്പോൾ അവിടെ പിഞ്ചോമനകളായി ഓടി നടന്ന ആ മണ്ണിലേക്ക് മാവിന്റെ ജില്ലയിൽ തുള്ളിക്കളിക്കുന്ന പൂവാലൻ അണ്ണാനോട് താഴോട്ടെനിക്കൊരു ചക്കര മാമ്പഴം തായോ എന്നരുമയായി കെഞ്ചിയ ആ മണ്ണിലേക്ക് ആനവാൽ മോതിരം മോഹിച്ച് ആനതൻ പിന്നേ നടന്ന ആ കാലഘട്ടത്തിലേക്ക് ഞാവൽ പഴം തിന്ന് നാവ് കറുത്തവൾ മുന്നിൽ വന്നു നിന്ന് നക്ഷതങ്ങൾ വരച്ച ആ മണ്ണിലേക്ക് പൊടിനീശക്കാരനവൻ മുന്നിൽ വന്നു നിന്ന് കിന്നരിച്ചപ്പോൾ മനസ്സിലേക്ക് സമ്മാനിച്ചത് പ്രണയത്തിന്റെ ബാൻഡടിത്താളമാണെന്ന് മനസ്സിലാക്കി തന്ന ആ മണ്ണിലേക്ക്, അവിടേക്കാണ് ഈ യാത്ര. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ കേരളവർമ്മയിലേക്ക് കൂടെ ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം. 26ാമത് ഓണാഘോഷത്തിൽ ഞങ്ങൾ ഒന്നുകൂടി അടിവരയിട്ട് എഴുതുകയാണ്, ഒന്നുകൂടി പാടുകയാണ് ഞങ്ങൾ കേരളവർമ്മക്കാരുടെ ആ പഴയ മുദ്രാവാക്യ ഗാനം. ഞങ്ങളൊന്നാണ് പാടും, ഞങ്ങളൊന്നാണ് 3 കോണിൽ നിന്ന് വന്ന് ഞങ്ങൾ ഒന്നായി പാടുമല്ലോ, ഞങ്ങളൊന്നാണ് പാടും, ഞങ്ങളൊന്നാണ്. അതാണ് SKBC OSA. പ്രിയപ്പെട്ട കേരളവർമ്മക്കാരെ, പാടാം, നമുക്ക് പാടാം. പാടിപ്പതിഞ്ഞ ആ ഗാനം, പ്രാണനിൽ ഒഴുകും ആ ഗാനം. നമ്മളൊന്നാണ്, പാടും, ഞങ്ങളൊന്നാണ്. ഹൃദയാഭിവാദ്യങ്ങൾ. ഹാപ്പി ഓണം കേരളവർമ്മ. ഓണത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് 26ാമത് ഈ വർഷം SKBC OSAക്ക് നേതൃത്വം നൽകുന്നവരെ ക്ഷണിക്കുക എന്നതാണ്, പരിചയപ്പെടുത്തുക എന്നതാണ്. ആദ്യം പ്രസിഡന്റ്. ഇദ്ദേഹത്തെ ചെറുപ്പമാണ്, പക്ഷേ ഇദ്ദേഹത്തെ നിങ്ങളേറെ കണ്ടിട്ടുള്ളത് TV സ്ക്രീനുകളിലൂടെയാണ്. അങ്ങനെ TV സ്ക്രീനുകളിലൂടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു ഫലിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു അഹങ്കാരവും അഭിമാനവും താൻ പഴയ കേരളവർമ്മക്കാരൻ തന്നെയാണ് എന്നതാണ്. ആദരണീയനായ SKBC OSAയുടെ 26ാമത് വർഷത്തെ അധ്യക്ഷനെ ക്ഷണിക്കുകയാണ് രമേശ് മന്നത്ത്. കേരളവർമ്മയിൽ നിന്നും സസ്യശാസ്ത്രം പഠിച്ചവൻ രമേശ് മന്നത്ത്. സെക്രട്ടറി. കേരളവർമ്മയിൽ നിന്നും രാഷ്ട്രീയ മീമാംസ പഠിച്ചവനാണ്. അതിനുശേഷം അദ്ദേഹം നിയമം പഠിക്കാൻ പോയി. അങ്ങനെ നിയമം പഠിച്ചു വന്ന് വക്കീലായി. ഇന്ന് ഈ നാട്ടിൽ അദ്ദേഹത്തിന്റെ പഠിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയവും ഒപ്പം തന്നെ നിയമവും കൈകാര്യം ചെയ്യുന്ന ഓഫീസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിലെല്ലാം ഉപരിയായി കേരളവർമ്മയുടെ കർമ്മ നിരതനായ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സനഫർ അറക്കൽ. SKBC OSAയുടെ ഏറെ വിശ്വസ്തനായ ഗജാൻജി. എന്തുകൊണ്ടും ഇദ്ദേഹം എനിക്കൊരു അനുജനാണ്. 1 അയൽവാസിയാണ്, 2 ഒരേ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കീഴിൽ പഠിച്ചവനാണ്. മാത്രമല്ല ഞങ്ങളുടെ 2 പേരുടെയും സഹോദരിമാർ ഒരുമിച്ച് പഠിച്ചവരാണ്. അവൻ്റെ അമ്മയും എൻ്റെ അമ്മയും അടുത്ത കൂട്ടുകാരാണ്. എങ്കിലും കേരളവർമ്മക്കാരൻ എന്ന് പറയുമ്പോഴുള്ള ആ അനിയത്തരത്തിലെ കുറുമ്പുകളെല്ലാം സ്വന്തമായുള്ള പ്രിയപ്പെട്ട സതീഷ് വാസുദേവ്. കേരളവർമ്മയിൽ നിന്നും 3 ഡിഗ്രി പഠിച്ചവൻ. മാത്രമല്ല ഇന്ത്യൻ
നാഷണൽ ഹാൻഡ്ബോൾ ടീമിൽ പ്രകടനം കാഴ്ചവെച്ചവരും കൂടിയാണ് സതീഷ്. പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റുമാരെ ക്ഷണിക്കുന്നു. ഞാൻ പഠിച്ച അതേ സ്കൂളിൽ നിന്നും എൻ്റെ ജൂനിയറായി പഠിക്കുകയും പിന്നീട് ഞാൻ കേരളവർമ്മയിൽ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയറായി അവിടെ വരികയും മാത്രമല്ല ഏറെ 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 തൃശ്ശൂർ നഗരത്തിലുള്ള കുറുമ്പുകൾക്ക് ഞങ്ങൾ ഇരുവരും സാക്ഷ്യപത്രം നടത്തുക മാത്രമല്ല പങ്കാളികളാവുകയും ചെയ്ത കേരളവർമ്മയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചവൻ വിജയ് നെല്ലിപ്പറമ്പ്. രണ്ട് വൈസ് പ്രസിഡന്റ്മാരാണ്. ആദ്യ വനിതാ സാന്നിധ്യത്തെ ക്ഷണിക്കുന്നു. ഈ കുട്ടിയെ ക്ഷണിക്കുന്നതിന് മുമ്പ് ഒരു നന്ദി കേരളവർമ്മക്കാരെ ഇത്തരത്തിലെല്ലാം ആക്കിയതിനുള്ള ഒരു നന്ദി രേഖപ്പെടുത്തേണ്ടത് ഈ കുട്ടിയുടെ അമ്മയോടാണ്. ഊർജതന്ത്ര വിഭാഗത്തിൽ സരസ്വതി ടീച്ചർ. ആ ടീച്ചറുടെ മകൾ പക്ഷെ പഠിക്കുവാൻ പോയത് ഊർജതന്ത്രമല്ല, കണക്കായിരുന്നു. കേരളവർമ്മയിൽ നിന്നും കണക്കിൽ ബിരുദം നേടിയ ദേവി ഭാസ്കർ. രണ്ട് ജോയിന്റ് സെക്രട്ടറിമാർ. ഈ പേര് ഞാനിവിടെ വായിക്കുമ്പോൾ തന്നെ ഇവൻ തൻ്റെ അനിയനാണോ എന്ന് തോന്നുന്ന മനസ്സുകളെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ഇവൻ എന്തുകൊണ്ടും ഞങ്ങൾ കേരളവർമ്മ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ട് അനുജൻ തന്നെയാണ്. ആ തറവാട്ടുപേരാണ് അതിനൊരു കാരണം എന്നുകൂടി പറയട്ടെ. കേരളവർമ്മയിൽ നിന്നും സംസ്കൃതം ദേവഭാഷ പഠിച്ചിറങ്ങിയവൻ, ഇന്നിവിടെ ആയോധന കലയിൽ മിടുക്കനായി മാറിയിട്ടുള്ളവൻ വിജേഷ് മച്ചിക്കൽ. രണ്ടാം ജോയിന്റ് സെക്രട്ടറി വിജീഷിനോടൊപ്പം കേരളവർമ്മയിൽ നിന്നും തത്വശാസ്ത്രം പഠിച്ച് ബിരുദം നേടിയ ധന്യ നിതീഷ്. രണ്ട് ജോയിന്റ് ട്രഷറർമാർ. കാണുമ്പോൾ കടുപ്പമേറെയുള്ളവനാണെങ്കിലും ലോല ഹൃദയനാണിവൻ എന്നതാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആരാണിവൻ എന്ന് കാണുമ്പോൾ തോന്നിപ്പിക്കുമെങ്കിലും സ്നേഹമുള്ളവനാണ്. ആയതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളവനും കൂടിയാണ്. ഇവനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും കേരളവർമ്മയിലെ മുൻ പ്രീ ഡിഗ്രിക്കാരൻ റോഷൻ അമ്പാടത്ത്. റോഷനോടൊപ്പമുള്ള അടുത്ത ജോയിന്റ് ട്രഷററെ ക്ഷണിക്കുന്നു. കേരളവർമ്മയിൽ നിന്നും പ്രീ ഡിഗ്രി പഠിച്ചവൻ. സ്പോർട്സ് കോട്ടയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയമുള്ള ഏരിയ എന്ന് കൂടി പറയട്ടെ. റഷീദ് അബ്ദുള്ളയെ ക്ഷണിക്കുന്നു. ഔപചാരിക സ്വാഗതാശംസയ്ക്കായി ക്ഷണിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. രാധ പറഞ്ഞു നിർത്തിയെന്ന് കൂടുതലായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇത്തവണത്തെ ഓണം പരിപൂർണമായിട്ടും നമ്മുടെ തന്നെ കലാകാരന്മാരുടെ കലാ ആസ്വാദനത്തിനായി അവർ തന്നെ എണീച്ചൊരുക്കിയിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും പരിമിതികളിലായിരിക്കാം. നമ്മളത് മനസ്സിലാക്കുകയും അവരോട് കൂടെ നിൽക്കുകയും വേണം. കാരണം വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഓരോ പരിപാടിയുടെയും പൂർണ്ണ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തിരിക്കുന്ന ചിരിയും നിങ്ങളുടെ അഭിനന്ദനങ്ങളുമാണ്. സ്വാഭാവികമായിട്ടും കുറവുകൾ ക്ഷമിച്ചുകൊണ്ട് അവരോട് കൂടെ നിന്നുകൊണ്ട് വരാനിരിക്കുന്ന എല്ലാ പരിപാടികളും ഭംഗിയാക്കണമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വേദിക്ക് നടത്തിയിട്ടുള്ള ഈ സദസ്സിൽ എല്ലാവർക്കും എൻ്റെ കൃത്യമായ സ്വാഗതം. പ്രത്യേകിച്ച് വിശിഷ്ട അക്കാവ് പ്രതിനിധികൾ, മറ്റ് നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും കൃത്യമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധികം നീട്ടാതെ തന്നെ ഞാൻ അധ്യക്ഷൻ ക്ഷണിക്കുന്നു. ഈ വൈകിയ വേളയിൽ ഒരു വലിയ പ്രസംഗത്തിന് സാധ്യതയില്ല. എങ്കിലും വേദിയിൽ എന്നോടൊപ്പം നിൽക്കുന്ന കേരളവർമ്മയിലെ ഓഫീസ് ബെയറേഴ്സ്, ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന കേരളവർമ്മയിലെ കുടുംബാംഗങ്ങൾ, മറ്റ് കോളേജിലെ കുടുംബാംഗങ്ങൾ,
ഓൾ കേരള കോളേജസ് അലുമിനി ഫോറത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരോടും ആദ്യമേ ഒരു നന്ദി പറയട്ടെ. ഒപ്പം തന്നെ KSCയുടെ പ്രതിനിധികളായിട്ടുള്ള വീരാങ്കുട്ടിക്ക അധ്യക്ഷൻ KSCയുടെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഒരു നന്ദി പറയുന്നു. കേരള ഗവൺമെന്റ് മുൻ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ഇന്ന് കേരള ഗവൺമെന്റ് നടത്തുന്ന 26ാമത്തെ ഈ ഓണത്തിന് നമ്മളുടെ 100% നമ്മളുടെ മെമ്പർമാരെ കൊണ്ട് തന്നെ പരിപാടികൾ നടത്തണമെന്നൊരു തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പുറമെ നിന്നും നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഗാനമേളയും മറ്റു പരിപാടികളും ക്യാൻസൽ ചെയ്യുകയുമാണ് ചെയ്തത്. പക്ഷെ അത് വളരെ വിജയകരമായിട്ട് ഏകദേശം 7.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, ഒരുപക്ഷെ നിങ്ങൾ കണ്ടതോ ഭംഗിയുള്ളത് ഇനി വരാനുള്ളത് അതിൽ കേവലമായ നൃത്തങ്ങൾ, ഡാൻസ്, പാട്ടുകൾ, ഒപ്പം തന്നെ നാടകമുണ്ട്, ശിങ്കാരിമേളമുണ്ട്, ഒരു വലിയ പരിപാടികളുടെ നിര തന്നെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ഉണ്ടാകണം, തുടർന്ന് പരിപാടി സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വോട്ട് ഓഫ് താങ്ക്സ്. 8 പൂവല്ലിട്ട് കേട്ട് കഴിഞ്ഞു. കേരളയുടെ ഈ ഓണാഘോഷത്തിൽ വന്ന എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. പിന്നെ എല്ലാ സ്പോൺസേഴ്സിനും വളരെയധികം നന്ദി 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 നന്ദി. സാധാരണ ഗായകർക്ക് മാത്രം എടുക്കുന്ന ഒരു ജാമ്യം ഉണ്ട്. അതായത് ഏത് ഗായകനായാലും ഗായികയായാലും ഇവിടെ പാട്ട് പാടാൻ വന്നു നിന്ന് കഴിഞ്ഞാൽ അവരാദ്യമേ ആ പാട്ട് എങ്ങാൻ തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ച് എടുക്കുന്ന ഒരു മുൻകൂർ ജാമ്യമാണ്. എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്, എനിക്ക് പനിയായിരുന്നു, ജലദോഷമുണ്ട്, ആയത് കാരണം ഇന്നലെ ഉറങ്ങിയിട്ട് പോലുമില്ല എന്നതെല്ലാം പറയുന്നതാണ്. പക്ഷേ ഒരു അവതാരകനെ സംബന്ധിച്ച്, ഒരു പ്രസംഗകനെ സംബന്ധിച്ച് അതൊരു ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല എന്നത്. കാരണം എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇതല്ലല്ലോ എൻ്റെ ശബ്ദം എന്നത്. കാരണം ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കിയെടുക്കുന്ന എല്ലാ ഹൃദയങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രൗഢമാണ്.